ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ കോമൺ കോഴ്സ് ലിറ്റ്മോസ്ഫിയറിലെ സ്ലീപ്പിംഗ് ഫൂൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സുനിധി നംജോഷി എഴുതിയിട്ടുള്ള ചെറിയൊരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു അനാലിസിസും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ അനാലിസിസ് നോക്കാം. ദ ഡ്രീമർ അബ്സ്കോൺസ് വിത്ത് ഹിസ് ഡ്രീം. സ്വപ്നം കാണുന്ന ഒരാൾ അബ്സ്കോണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോവുക എന്നുള്ള അർത്ഥമാണ്. വിത്ത് ഹിസ് ഡ്രീം, അയാളുടെ സ്വപ്നവും എടുത്തുകൊണ്ട് പോകുന്നു. സ്വപ്നം എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടായിരിക്കുക. നമ്മളൊരു പാതി മയക്കത്തിലൊക്കെ സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് കാണണം, എങ്ങനെ ആ സ്വപ്നത്തെ കൊണ്ടുപോകണം എന്നൊക്കെ ചെറിയ രീതിയിൽ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇയാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അയാൾ ആ സ്വപ്നത്തെ കൊണ്ടുപോകുന്നത്. പ്രോബ്സ് ഹിസ് സ്റ്റോൺ ബ്രൈഡ് ബിസൈഡ് എ സ്ട്രീം. അങ്ങനെ അയാളുടെ സ്വപ്നത്തിൽ അയാളുടെ ഇഷ്ടം ഇങ്ങനെയാണ്. അയാളുടെ ബ്രൈഡിനെ അയാളൊരു സ്ട്രീമിനരികിൽ വയ്ക്കുന്നു. ബ്രൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വധു. ഇവിടെ സ്റ്റോൺ ബ്രൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കല്ല് പോലെ. അത് ഉദ്ദേശിക്കുന്നത് അവർ ഇമോഷണലായിട്ട് ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ കല്ല് പോലുള്ള മനസ്സെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ഇമോഷൻ ഒന്നും കാണിക്കാത്ത ഒരു സ്ത്രീയാണ് അവിടെ ഉള്ളത്. ഇയാളുടെ സ്വപ്നത്തിൽ ഇയാൾ ആഗ്രഹിക്കുന്നത് ഇയാളുടെ വധു ഇങ്ങനെ ഒരു അരുവിക്ക് അരികിലായിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിൽ അയാളിങ്ങനെ അത് കാണുന്നു. Where he washes, baths and gathers daisies. ഇനി ഇയാൾ അവിടെ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അയാൾ അവിടെ കുളിക്കുന്നു, അയാൾ അവിടെ വസ്ത്രങ്ങൾ കഴുകുന്നു, പിന്നെ അയാൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ദീസ് ഷീ റിഫ്യൂസസ്. പക്ഷെ അയാൾ കൊണ്ടുവന്ന പൂക്കളും അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൾ നിരാകരിക്കുകയാണ്. ഹി കനോട്ട് പ്ലീസ്. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയാൾക്ക് കഴിയുന്നില്ല. ഹി റൺസ്, സ്കാമ്പേഴ്സ്, ലീപ്സ് ആൻഡ് വീപ്സ്. ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കൊണ്ടും ഇയാൾ കൊടുക്കുന്ന പൂക്കൾ കൊണ്ടൊന്നും അവൾക്ക് സന്തോഷമാവുന്നില്ല എന്ന് കാണുമ്പോൾ ഇയാൾ ഇങ്ങനെ ആകെ നിയന്ത്രണം വിട്ടുപോവാണ്. ഇയാൾ അവിടെ ചാടുന്നു, ഓടുന്നു, അലറുന്നു, ഇയാളിങ്ങനെ കരയൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. ഹി റിസൈറ്റ്സ് ഹിസ് വേഴ്സസ്. എന്നിട്ട് അവളെ വീണ്ടും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ കുറച്ച് പാട്ടുകളും കവിതകളൊക്കെ അവൾക്ക് പാടിക്കൊടുക്കുകയാണ്, അവളെ വർണ്ണിച്ചുകൊണ്ടും മറ്റുമൊക്കെ. ഷീ കീപ്സ് ഹെർ പ്യുവർ സൈലൻസ്. പക്ഷേ ഇയാൾ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും അവൾ അവളുടെ നിശബ്ദതയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഹെർ ചാസ്റ്റ് റിപ്പോസ്. ചാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവൾ അത്തരത്തിലുള്ള താല്പര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ നിശബ്ദയായിട്ട് തന്നെ അവിടെ ഇരിക്കുകയാണ്. ഇയാൾ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവിടെ ഫലിക്കുന്നില്ല. വാട്ട് ഡു യു വാണ്ട്? ഹി സ്ക്രീംസ്. ഇത്ര നേരം പൂക്കൾ കൊണ്ടുവരികയും കവിത പാടുകയും ചെയ്തിരുന്ന ആൾ ഇപ്പോൾ അയാളുടെ നിയന്ത്രണം വിട്ടിട്ട് അലറുകയാണ് ചെയ്യുന്നത്. നിനക്ക് എന്താണ് വേണ്ടത്? ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും അവൾ സന്തോഷിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നിനക്ക് എന്താണ് വേണ്ടതെന്ന് അയാൾ അലറിക്കൊണ്ട് അവളോട് ചോദിക്കുന്നു. ദാറ്റ് വിച്ച് യു വിൽ നോട്ട് ഗ്രാൻഡ്. നിങ്ങൾ എനിക്ക് അനുവദിക്കാത്തത്, നിങ്ങൾ എനിക്ക് തരാത്തതാണ് എനിക്ക് വേണ്ടത് എന്നാണ് അവൾ മറുപടി പറയുന്നത്. ടു ബി നോട്ട് സീം ടു ബി. എനിക്ക് ഞാനാവണം, ഞാനായിട്ട് കാണപ്പെടുകയല്ല വേണ്ടത്. അതായത് നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാണപ്പെടുകയല്ല, എനിക്ക് ഞാനായിട്ടിരിക്കുകയാണ് വേണ്ടത് എന്നവൾ പറയുന്നു. ടു ബി ദ ഡ്രീമർ നോട്ട് ദ ഡ്രീം. എനിക്ക് സ്വപ്നം കാണുന്ന ആളാണ് ആവേണ്ടത്, നിങ്ങളുടെ സ്വപ്നത്തിലൊരു കഥാപാത്രമായിട്ടല്ല എനിക്ക് ജീവിക്കേണ്ടത്. എനിക്ക് സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങൾ കാണുന്ന ആളാണ്, അങ്ങനെയാണ് ഞാൻ ആവേണ്ടത് എന്നാണ് ഇവൾ മറുപടി പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഒരാൾ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അയാളുടെ ബ്രൈഡിനെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നു. അവൾ എന്നിട്ട് തിരിച്ച് അയാളോട് പറയുന്നത് എനിക്കങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിലെ ഒരാളല്ല ആവേണ്ടത്, എനിക്ക് ഞാനായിട്ടിരിക്കണം, എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ കാണുന്ന ഞാനാവണം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും ഐഡൻറ്റിറ്റിയെക്കുറിച്ചിട്ടും ഒക്കെ പറയുന്ന ഒരു ഫെമിനിസ്റ്റ് പോയമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് എ ഡ്രീമർ ഡു വിത്ത് ഹിസ് ഡ്രീം? ഈ ഡ്രീമർ അയാളുടെ സ്വപ്നം കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ദ ഡ്രീമർ അബ്സ്കോൺസ് വിത്ത് ഹിസ് ഡ്രീം. അയാളുടെ സ്വപ്നം എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സ്വപ്നം എടുത്തിട്ട് പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അയാൾ ആ സ്വപ്നത്തെ ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ട് ആർ ദ തിങ്സ് വിച്ച് ഹി ഡസ് ഫോർ ദ ബ്രൈഡ്? ഇനി ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയാൾ എന്താണ് ചെയ്യുന്നത്? ഹി വാഷസ്, ബാത്സ് ആൻഡ് ഗാദേഴ്സ് ഡേയ്സീസ് ഫോർ ഹെർ. അയാളവിടെ വസ്ത്രങ്ങൾ കഴുകുന്നു, കുളിക്കുന്നു, പിന്നെ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ പൊട്ടിച്ചു കൊണ്ടുവരുന്നുണ്ട്. വാട്ട് ഡസ് ഹി ഡു വെൻ ഷീ റിഫ്യൂസ് ടു ബി പ്ലീസ്ഡ്?
ഇയാൾ ഇതെല്ലാം ചെയ്തിട്ടും അവൾ സന്തോഷിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അയാൾ എന്താണ് ചെയ്യുന്നത്? ഹി റൺസ്, സ്കാമ്പേഴ്സ്, ലീപ്സ്, വീപ്സ് ആൻഡ് റിസൈറ്റ്സ് വേഴ്സസ്. തുടക്കത്തിൽ അയാൾ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഓടുന്നു, ചാടുന്നു, അലറുന്നു, കരയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നീട് അവൾക്ക് ഇയാൾ കവിതകളൊക്കെ പാടിക്കൊടുക്കുന്നുണ്ട്. വാട്ട് ഡസ് ഹി ആസ്ക് ഫൈനലി? അവസാനം ഇയാൾ എന്താണ് അവളോട് ചോദിക്കുന്നത്? ഹി ആസ്ക് ഹർ വാട്ട് ഡസ് ഷി വാണ്ട്. ഇതൊന്നും കൊണ്ട് അവൾ സന്തോഷിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അയാൾ ചോദിക്കുന്നത് നിനക്ക് എന്താണ് വേണ്ടത് എന്നാണ്. വാട്ട് ഡസ് ദ ബ്രൈഡ് വാണ്ട്? ഇനി എന്താണ് അവൾക്ക് വേണ്ടിയിരുന്നത്? ദ ബ്രൈഡ് വാണ്ട്സ് ടു ബി, നോട്ട് സീം ടു ബി. അവൾക്ക് അവളാകണമായിരുന്നു, ഇങ്ങനെ ഒരാളുടെ സങ്കല്പത്തിലുള്ള ആളായിട്ട് കാണപ്പെടുകയല്ല അവൾക്ക് വേണ്ടിയിരുന്നത്. ആൻഡ് ടു ബി ദ ഡ്രീമർ, നോട്ട് ദ ഡ്രീം. അവൾക്ക് അവളുടെ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളായിരിക്കണം, അല്ലാതെ മറ്റൊരാളുടെ സ്വപ്നത്തിലെ കഥാപാത്രമല്ല ആവേണ്ടതെന്നാണ് അവൾ പറയുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ ഡ്രീമേഴ്സ് ആക്ഷൻസ്. ഈ ഡ്രീമറുടെ ആക്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ ഡ്രീമർ അബ്സ്കോൺസ് വിത്ത് ഹിസ് ഡ്രീം. ആദ്യം തന്നെ അയാൾ ചെയ്യുന്നത് അയാളുടെ സ്വപ്നം എടുത്തുകൊണ്ട് പോകുന്നു. അതായത് അയാൾ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അയാളുടെ സ്വപ്നത്തെ അയാൾ ഡയറക്റ്റ് ചെയ്യുന്നു. സിംബലൈസിങ് ഹിസ് ഡിസയർ ടു പൊസസ് ആൻഡ് കൺട്രോൾ ഹിസ് ബ്രൈഡ്. അപ്പോൾ അയാളുടെ സ്വപ്നം അയാൾക്ക് കൺട്രോൾ ചെയ്യണം എന്നുള്ളതിലൂടെ നമുക്ക് സിംബലൈസ് ചെയ്യപ്പെടുന്നത് അയാളുടെ ബ്രൈഡിനെ, വധുവിനെ അയാൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ഹി പെർഫോംസ് സിംബോളിക് ആക്ഷൻസ് സച്ച് ആസ് വാഷിംഗ്, ബാത്തിങ് ആൻഡ് ഗാദറിംഗ് ഡേയ്സീസ് ഫോർ ഹെർ, സജസ്റ്റിംഗ് ഹിസ് അറ്റംപ്റ്റ്സ് ടു കെയർ ഫോർ ആൻഡ് പ്ലീസ് ഹെർ. പിന്നീട് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ ആ പുഴയ്ക്ക് അരികിലിരുന്നിട്ട് അവിടെ വസ്ത്രങ്ങളൊക്കെ കഴുകിയതിനൊക്കെ ശേഷം അവൾക്ക് പൂക്കളൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. When she refuses to be pleased, he reacts with a range of emotions and actions, including running, scambles, leaps, weeping, and reciting verses, indicating its frustration and desperation. എന്നിട്ട് ഇവിടെ സന്തോഷിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇയാൾ പല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഇയാൾ ഓടുന്നു, ചാടുന്നു, കരയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അവൾക്ക് വേണ്ടി ഇയാൾ കവിതകളൊക്കെ പാടിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡ്രീമർ അവിടെ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ ബ്രൈഡ്സ് റിയാക്ഷൻ. ഇനി ബ്രൈഡ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ദ ബ്രൈഡ് റെപ്രസെൻറ്റഡ് ആസ് എ സ്റ്റോൺ ഫിഗർ റിമെയിൻസ് അൺറെസ്പോൺസീവ് ആൻഡ് അൺയീൽഡിങ്. ബ്രൈഡിനെ ഒരു സ്റ്റോൺ ബ്രൈഡ് എന്നാണ് പറയുന്നത്, കല്ല് പോലെ എന്നാണ് പറയുന്നത്. ഒരു റിയാക്ഷനും അവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. സിംബലൈസിങ് എ റെസിസ്റ്റൻസ് ടു കൺഫോമിങ് ടു ദ ഡ്രീമേഴ്സ് എക്സ്പെക്ടേഷൻസ്. അവളുടെ ഒരു റെസിസ്റ്റൻസ് ആണ് അവിടെ കാണുന്നത്. ഇയാളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ട് ആവാൻ വേണ്ടിയിട്ട് അവൾക്ക് താല്പര്യമില്ല. She rejects the life offered by the dreamer, indicating her desire for autonomy and self-determination. ഇനി ഇയാൾ ഓഫർ ചെയ്യുന്ന ഈ ലൈഫ് അവൾ റിജക്റ്റ് ചെയ്യുകയാണ്. അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു ജീവിതമാണ് അവൾ ആഗ്രഹിക്കുന്നത്. Her ultimate desire is revealed when she expresses a wish to be a dreamer like him, suggesting her longing for equality and agency in the relationship. അവസാനം അവൾ പറയുന്നുണ്ട്, എനിക്ക് ഒരു ഡ്രീം അല്ല, ഒരു സ്വപ്നത്തിലെ കഥാപാത്രമല്ല എനിക്കാവേണ്ടത്, എനിക്ക് സ്വപ്നം കാണുന്ന ആളാവണമെന്ന് പറയുമ്പോൾ അവൾ ഇക്വാലിറ്റിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ രീതിയിലുള്ള റിയാക്ഷനാണ് നമുക്ക് ബ്രൈഡിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം? ഇനി പോയത്തിൻ്റെ തീമാണ് ചോദിച്ചിട്ടുള്ളത്. ദ തീം ഓഫ് ഒതൻറ്റിസിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. അതായത് ഒരാൾക്ക് അവരുടെ സെൽഫ് എക്സ്പ്രഷൻ, അവരവരായിട്ട് തന്നെ ഇരിക്കാൻ കഴിയുക എന്നുള്ളൊരു തീമാണ് ഇവിടെ പറയുന്നത്. It highlights the importance of being true to oneself and asserting one's identity and desires even in the face of societal pressures. അതായത് സൊസൈറ്റിയുടെ, സമൂഹത്തിൻ്റെ പ്രഷറുകളുണ്ട്, സമൂഹം ഇങ്ങനെയാണ് ആവേണ്ടത് എന്നൊക്കെ പറയുന്ന സമയത്തും ഒരാൾക്ക് എന്താണോ ആവാൻ ആഗ്രഹം ആ രീതിയിൽ തന്നെ ആയിരിക്കുക എന്നുള്ളൊരു തീമാണ് ഇവിടെ വരുന്നത്. ദ തീം ഓഫ് ജെൻഡർ ഡൈനാമിക്സ്. പിന്നെ വരുന്നത് ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളൊരു തീമാണ്. ദ പോയം ക്രിറ്റിക്സ് ട്രഡീഷണൽ ജെൻഡർ റോൾസ് ആൻഡ് പവർ ഡൈനാമിക്സ് ഇൻ റിലേഷൻഷിപ്സ്. സാധാരണഗതിക്ക് ഒരു റിലേഷൻഷിപ്പിലുള്ള ജെൻഡർ റോൾസ്, ഇങ്ങനെ പൂവൊക്കെ പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് പൊതുവെ നമ്മൾ സ്ത്രീകളെ ചിത്രീകരിച്ചിട്ട് ലിറ്ററേച്ചറിനകത്ത്, കവിതകൾക്കകത്തൊക്കെ കാണുന്നത്. അതിനിവിടെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. എംഫസൈസിങ് ദ നീഡ് ഫോർ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ മ്യൂച്വൽ റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ആണ് വേണ്ടത്, ഒരു ഐഡൻറ്റിറ്റിയാണ് അവൾ ആവശ്യപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ഒരു ജെൻഡർ ഇക്വാലിറ്റിയുടെ ഒരു തീം നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയും. ഈസ് ദ സ്ലീപ്പിംഗ് ഫൂൾ എ ഫെമിനിസ്റ്റ് പോയം? ഇനി ഇതൊരു ഫെമിനിസ്റ്റ് പോയം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് എ ഫെമിനിസ്റ്റ് പോയം ആസ് ഇറ്റ് ചലഞ്ചസ് ട്രഡീഷണൽ ജെൻഡർ റോൾസ് ആൻഡ് പവർ ഡൈനാമിക്സ്. ജെൻഡർ റോളുകളെ കുറിച്ചിട്ടുള്ള ഒരു കവിത എന്നുള്ള രീതിയിൽ നമുക്കൊരു ഫെമിനിസ്റ്റ് പോയാണെന്ന് പറയാൻ വേണ്ടി കഴിയും. ഹൈലൈറ്റ് ഇൻ ദി ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വിമൻ ആൻഡ് ദർ സ്ട്രഗിൾ ഫോർ ഓട്ടോണമി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ.
അതായത് ഇവിടെ ഒരു ബ്രൈഡിനെ ഒരാൾ അയാളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ട് കാണാനാണ് ശ്രമിക്കുന്നത്. അതിനെയാണ് ഇവിടെ ചലഞ്ച് ചെയ്യുന്നത്. ആ രീതിയിൽ നമുക്ക് ഇതൊരു ഫെമിനിസ്റ്റ് പോയാണെന്ന് പറയാം. The poem gives voice to the bride's perspective and desires, suggesting a feminist critique of male-dominated narratives and societal expectations. ഇനി ഈ ബ്രൈഡിന് പറയാനുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ബ്രൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്വപ്നത്തിലുള്ള കഥാപാത്രം. ഇയാളിങ്ങനെ സ്വപ്നം കാണുന്നതായിട്ട് കൂടി അവിടെ നിന്ന് അവൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലൂടെ അതിനെ നോക്കി കാണാൻ വേണ്ടിയിട്ടാണ് കവിതയിലൂടെ ശ്രമിക്കുന്നത്. അത്തരത്തിൽ നമുക്കിതൊരു ഫെമിനിസ്റ്റ് പോയാണെന്ന് പറയാം. It aligns with the feminist themes of agency, equality and the rejection of patriarchal norms. പാട്രിയാർക്കൽ നോംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൻ്റെ സങ്കല്പങ്ങളാണ്. ഈ സ്ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിരിച്ച് സന്തോഷിക്കണം എന്നുള്ള സങ്കല്പങ്ങൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നു. പിന്നെ ഇക്വാലിറ്റിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ രീതിയിൽ നമുക്കിതൊരു ഫെമിനിസ്റ്റ് പോയാണെന്ന് പറയാം. The concepts of a dream and a dreamer in the poem. The dream symbolizes the idealized, often unrealistic expectations imposed by society. ഈ സ്വപ്നം എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്. അതായത് സമൂഹം ആളുകൾ ഇങ്ങനെയൊക്കെയാണ്, ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്നുള്ള സമൂഹത്തിൻ്റെ ഈ സങ്കല്പങ്ങളുടെ ഒരു സിമ്പിളായിട്ടാണ് ഈ ഡ്രീം ഇവിടെ വരുന്നത്. പർട്ടിക്കുലർലി ഓൺ വിമൻ ടു കൺഫേം ടു സെർട്ടൺ റോൾസ് ആൻഡ് ബിഹേവിയേഴ്സ്. പ്രത്യേകിച്ചും ഇവിടെ ഒരു സ്ത്രീയാണ് സ്വപ്നം കാണുന്നത് എന്നുള്ള രീതിയിൽ സ്ത്രീകൾ ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള സമൂഹത്തിൻ്റെ സങ്കല്പത്തിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ആ ഡ്രീം വരുന്നത്. The dreamer represents individuals, typically men, who try to impose their own desires and expectations on others. ഈ ഡ്രീമർ എന്ന് പറയുന്നത് ഈ പുരുഷന്മാരുടെ ഒരു സിമ്പിളാണ്. അതായത് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന അല്ലെങ്കിൽ തൻ്റെ വധു ഇങ്ങനെയാവണം അങ്ങനെയാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു സിമ്പിളായിട്ടാണ് ഡ്രീമർ വരുന്നത്. ഡിസ്റിഗാർഡിങ് ദെയർ ഓട്ടോണമി ആൻഡ് ഏജൻസി. അതായത് ഈ ബ്രൈഡിനൊരു ഐഡൻറ്റിറ്റി കൊടുക്കാതെ അവരിങ്ങനെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആവണം എന്ന് പറയുന്ന ആളുകളുടെ സിമ്പിളായിട്ടാണ് ഡ്രീമർ വരുന്നത്. The contrast between the dream and the dreamer reflects the disparity between societal expectations and individual identity, highlighting the struggle for authenticity and self-expression. അങ്ങനെ ഈ സ്വപ്നം കാണുന്ന ആളും സ്വപ്നവും തമ്മിലുള്ള ഈ സംഘർഷത്തിലൂടെ നമ്മൾ കാണുന്നത് സമൂഹം നൽകിയിട്ടുള്ള ഇത്തരം സങ്കല്പങ്ങളും ആ സങ്കല്പങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു ഇൻഡിവിജ്വലിനെയാണ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ രീതിയിൽ ഈ ഡ്രീമും ഡ്രീമറും ഒരു സിമ്പിളാണെന്ന് നമുക്ക് പറയാം. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, റെലവൻസ് ഓഫ് ദ ടൈറ്റിൽ ദ സ്ലീപ്പിംഗ് ഫുൾ. ഈ ടൈറ്റിലിൻ്റെ റെലവൻസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. The title suggests that the dreamer is foolish or naive in his pursuit of his dream, which could symbolize unattainable desires or societal expectations. ഇവിടെ ഈ സ്ലീപ്പിംഗ് ഫൂൾ എന്ന് പറയുന്നതിലൂടെ സ്വപ്നം കാണുന്ന ആളൊരു ഫൂൾ ആണെന്നാണ് പറയുന്നത്. അതായത് സമൂഹം പറയുന്ന രീതിക്കനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ രീതിക്കനുസരിച്ചിട്ട് തൻ്റെ ബ്രൈഡിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് അയാൾ ഇവിടെ ഫൂൾ എന്ന് വിളിച്ചിട്ടുള്ളത്. It may also imply that the dreamer is unaware or ignorant of the futility of his efforts, hence sleeping in a metaphorical sense. ഇനി ഉറങ്ങുക എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഉറങ്ങുക എന്നുള്ളത് മാത്രമല്ല. അയാൾ സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇയാൾക്ക് യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട് അറിയാതെ സമൂഹത്തിൻ്റെ രീതികൾക്കനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ കൂടിയാണ് സ്ലീപ്പിംഗ് ഫൂൾ എന്നവിടെ പറയുന്നത്. അഡീഷണലി ഫൂൾ കുഡ് ഡിനോട്ട് എ സെൻസ് ഓഫ് ഫോളി ഓർ അബ്സഡിറ്റി ഇൻ ദ ഡ്രീമേഴ്സ് ആക്ഷൻസ്, ഹൈലൈറ്റിംഗ് ദി ഇറേഷണാലിറ്റി ഓഫ് ഹിസ് ബിഹേവിയർ. പിന്നെ നമുക്കറിയാം ഫൂൾ എന്ന് പറയുന്നത് ഒരു വിഡ്ഢിയാണ്. അതായത് ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ അവൾക്ക് വേണ്ടത്. ആ രീതിയിൽ ഇയാളുടെ പ്രവൃത്തികളൊക്കെ ഫൂളിഷ് ആണെന്ന് നമുക്ക് പറയാം. ഇത്തരത്തിൽ ഈ ഒരു ടൈറ്റിൽ നമുക്ക് ഈ പോയത്തിന് ചേർന്നതാണെന്നുള്ള രീതിയിൽ എഴുതാവുന്നതാണ്. അടുത്തത് കമ്പാരിസൺ വിത്ത് എ ഫെമിനിസ്റ്റ് പോയം അല്ലെങ്കിൽ എ പോയം വിത്ത് സിമിലർ തീം. ഇതേ തീമുള്ള വേറൊരു പോയമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏത് പോയം വേണമെങ്കിലും എടുത്തിട്ട് കമ്പയർ ചെയ്യാം. നമ്മൾ +2 ചെയ്തിട്ടുണ്ടായിരിക്കും വേറൊരു പോയമായിട്ട് കമ്പയർ ചെയ്യാൻ വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു പോയമായിട്ട് എടുത്തു പറയാം, ഈ പോയത്തിൻ്റെ സമ്മറിക്ക് ഉപയോഗിക്കുക. ഡൈവിംഗ് ഇൻ ടു ദ റെക്ക് ബൈ അഡ്രിയാൻ റിച്ച് ഷെയർസ് തീമാറ്റിക് സിമിലാരിറ്റീസ് വിത്ത് ദ സ്ലീപ്പിംഗ് ഫൂൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഡൈവിംഗ് ഇൻ ടു ദ റെക്ക് എന്ന് പറയുന്ന ഒരു പോയം എക്സാമ്പിളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പോയം തന്നെ എഴുതണമെന്നില്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഇതേ തീം വരുന്ന മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഏതെങ്കിലും കവിതകൾ എടുത്തിട്ട് നമുക്ക് എഴുതാവുന്നതാണ്.
Both the poems explore themes of identity, autonomy, and the struggle against societal expectations. പിന്നെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം 2 പോയത്തിലും ഒരേ തീമാണ് വരുന്നത് എന്നുള്ള രീതിയിൽ എഴുതുക. അതായത് ഇതുപോലെ ഒരു ഐഡന്റിറ്റി, അതുപോലെ തന്നെ ഇക്വാലിറ്റി തുടങ്ങിയിട്ടുള്ള തീംസാണ് ഇതിൽ വരുന്നത് എന്നുള്ള രീതിയിൽ 2 പോയത്തെയും കുറിച്ച് എഴുതുക. While diving into the wreck focuses on the journey of self-discovery and empowerment, The Sleeping Fool critiques traditional gender roles and power dynamics. ഇനി ഇവിടെ പറയുന്ന ഈ പോയത്തിൽ ഡൈവിങ് ഇൻ ടു ദ റെക്കിനകത്ത് സെൽഫ് ജേണി ആൻഡ് ഡിസ്കവറി, ഇങ്ങനെ ഒരു എംപവർമെന്റിലേക്കുള്ള യാത്രയായിട്ടാണ് ആ പോയത്തിൽ വരുന്നത്. ഇനി സ്ലീപ്പിംഗ് ഫൂളിൽ വരുന്നത് ഇത്തരത്തിലുള്ള ജെൻഡർ ഇനീക്വാലിറ്റിക്കെതിരെ ഒരു ക്രിറ്റിസിസം ആയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ചെറിയ വ്യത്യാസം ഉള്ളതാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് 2 പോയും ഒരേപോലെയാണെന്നുള്ള രീതിയിൽ നമ്മൾ +2 ചെയ്യുന്ന പോലെ നമുക്ക് ആ രീതിയിലും ഇത് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ലാംഗ്വേജ് ആൻഡ് ദ സ്റ്റൈലിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ പോയം. ഈ പോയത്തിൻ്റെ ലാംഗ്വേജും സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ പോയം യൂസസ് സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ലാംഗ്വേജ് ടു കൺവേ കോംപ്ലക്സ് ഇമോഷൻസ് ആൻഡ് തീംസ്. ഏറെക്കുറെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ പോയത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റൈലിസ്റ്റിക്കലി ഇറ്റ് എംപ്ലോയ്സ് ഇമേജറി. ഇതിനകത്ത് ലിറ്റററി ഡിവൈസസ് ആയിട്ട് സ്റ്റൈലിസ്റ്റിക്കലി വരുന്നത് ഇമേജറി വരുന്നുണ്ട്. അതായത് നമ്മളൊരു സ്ട്രീമിൻ്റെ, അതുപോലെ ഡെയ്സി പൂക്കളുടെയൊക്കെ ഇമേജുകളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. റിപ്പിറ്റീഷൻ, മറ്റൊന്ന് വരുന്നത് റിപ്പിറ്റീഷനാണ്. റൺസ്, സ്കാമ്പേഴ്സ്, ലീപ്സ് ആൻഡ് വീപ്സ്. അവിടെ ഒന്ന് എസ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. രണ്ടാമത് വരുന്നത് ഓടുന്നു, ചാടുന്നു, കുതിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ ഒരേ പ്രവൃത്തിയുടെ തന്നെ മറ്റു വാക്കുകളാണ്. അത്തരത്തിലുള്ള റിപ്പീറ്റീഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് കോൺട്രാസ്റ്റ്, മറ്റൊന്ന് വൈരുദ്ധ്യമാണ്. അതായത് ടു ബി നോട്ട് സീം ടു ബി, അതുപോലെ തന്നെ ഡ്രീമർ നോട്ട് ഡ്രീം. ആ രീതിയിൽ ഈ വൈരുദ്ധ്യങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദ പോയംസ് സ്ട്രക്ചർ ഈസ് ഫ്രാഗ്മെൻറ്റഡ്. മറ്റൊന്ന് ഫ്രാഗ്മെൻറ്റഡ് ആണ്. അതായത് ഒരു വരിയിൽ അടുത്തൊരാശയത്തിൻ്റെ തുടക്കമൊക്കെ വരുന്നുണ്ട്. അതായത് കറക്റ്റായിട്ട് സ്റ്റാൻസ് വൈസ് ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്. മിററിംഗ് ദി ഡിസ്ജോയിൻറ്റഡ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ഓഫ് ദ ഡ്രീമർ, ആഡിങ് ടു ദ ഓവറോൾ സർറിയൽ ആൻഡ് ഡ്രീം ലൈക്ക് ക്വാളിറ്റി ഓഫ് ദ പോയം. അത്തരത്തിൽ ഇങ്ങനെ കറക്റ്റായിട്ട് സ്റ്റാൻസി ആക്കിയിട്ടില്ല എന്നുള്ള രീതിയിലൂടെ ഈ പോയം തന്നെ ഒരു സ്വപ്നം പോലെ നമുക്ക് വായിക്കാൻ കഴിയുന്ന തരത്തിലാണെന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.